വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരും ബസ് സ്റ്റോപ്പുകളിൽ ഉണ്ടാവാറുണ്ട്. ദേ ഇയാൾ പറയുന്നു ഇയാൾ വലിയ ഗുണ്ടയാന്ന്. പക്ഷേ സത്യത്തിൽ ഇയാളുടെ അവസ്ഥ ദൈവത്തിനും ഇത് കാണുന്ന നമുക്കും അല്ലേ അറിയുള്ളൂ. ആ ബസ്സിന്റെ സമയം കറക്റ്റ് ഉണ്ട്, അറിയത്തുമില്ല. ചേട്ടാ ചേട്ടാ കൊട്ടാരക്കരയ്ക്ക് ബസ്സുണ്ടോ? എങ്ങനെ? കൊട്ടാരക്കരയ്ക്ക് ബസ്സുണ്ടോ? കൊട്ടാരക്കരയ്ക്ക് ബസ്സുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ഒരു മോനുണ്ട്, സായികുമാറിന് കാറുണ്ട്, അതറിയാം. സായികുമാറിന് 2 മക്കളുണ്ട്, അതറിയാവോ? അവരൊന്നും ഫിലിം ഫീൽഡിലല്ലോ, അതുകൊണ്ട് അവരെ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ സുകുമാരൻ 2 മക്കളുണ്ട്. ആണല്ലേ? പൃഥ്വിരാജും ഇന്ദ്രജിത്തും. അത് ശരി, അവനെ അറിയാം. ചേട്ടാ തമാശക്കാരനാ? വെറും ഇന്ത്യക്കാരൻ. അല്ല, എന്നെ എവിടെ പോകാൻ നിൽക്കുവോ? വെറുതെ എങ്ങനെ നിൽക്കുക, എങ്ങും പോകാനില്ല, അതുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് മറ്റുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടി ചുമ്മാ അങ്ങ് അച്ച കെട്ടി ഇറങ്ങിയേക്കുക. എവിടെ പോണ്? കുറെ ഫെറാലിലേക്ക് ഞാൻ എവിടെയാലും പൊക്കോളാം. ദൈവമേ, ആ ബസ്സിന്റെ സമയം അറിയത്തില്ല. ബസ് വരും, സമയമാകട്ടെ. ചേട്ടാ, ഞാൻ 3-4 ദിവസമായി വല്ലതും കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തരുമായിരുന്ന വളരെ ഉപകാരമായിരുന്നു. ഞാൻ തനിക്ക് വല്ലതും തരണോ? അതെ. തനിക്ക് തരാൻ എന്റെ കയ്യിൽ 5 പൈസ. ഇയാൾ പോകും. ചേട്ടാ അങ്ങനെ പറയില്ല ചേട്ടാ, എനിക്കിത് വയ്യാത്തൊരാളാണ്, എനിക്ക് എന്തെങ്കിലും തരണം ചേട്ടാ. ഇവിടെ തന്നോടല്ലേ പറഞ്ഞ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അല്ല, അതന്നെ താൻ അങ്ങനെ പറഞ്ഞു. അതില്ലാഞ്ഞിട്ട് അപ്പൊ താൻ എനിക്ക് പലിശ തരത്തില്ലേ? തരത്തില്ല. അപ്പം ഞാൻ അവിടെ കിടക്കുന്ന, ഞാൻ ഇവിടെ നിന്ന് ഇഴഞ്ഞു വന്ന് നിന്റെ അടുക്ക പൈസ ചോദിച്ചാൽ നിന്റെ തരാനില്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. നിന്റെ പൈസ എനിക്ക് തരാനില്ല. ഇല്ല. അത് ശരി. എന്റെ അടുക്കല്ലോ. ഇതെന്ത്? ഇത് കുംഫു പഠിച്ചിട്ടുണ്ട്. നിന്റെ കുംഫു ഞാനിപ്പോ കാണിച്ചു തരാം. പൈസ പിന്നെ ചോദിക്കുമ്പോ ഇത്ര ബുദ്ധിമുട്ടില്ല. തരാലോ. ചോദിച്ചാ പോരായിരുന്നോ? തന്നല്ലോ. പോടാ. ഞാനോ? പോകാൻ. പോടാ. കളിക്കുന്നു റാസ്കൂൾ. ഇവന്റെ ഇപ്പൊ ഇവൻ എന്നെ പേടിയാണെന്ന് തോന്നുന്നു. നിന്റെ കയ്യിലുണ്ടല്ലോ കുടുംബം കലക്കി. ഹലോ ഹലോ പോടാ കള്ള. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. എന്താ എന്നെ കാണാൻ വരാത്തെ? ഞാൻ പിണക്കാ കേട്ടോ. അല്ല, ഇവിടെ പറഞ്ഞതാ. ഇനി വരുമ്പോ കാണാവേ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. പിന്നെ വിളിക്കണേ. ഓക്കേടാ. ഞാൻ വിളിക്കാം കേട്ടോ. ഹലോ, ആരാണത്? പിന്നെ പെണ്ണുങ്ങളെ വിളിച്ച് തോന്നിയാസം പറയാൻ വേണ്ടി നടക്ക. വൃത്തികെട്ടവനൊക്കെ ആരാണ് നിനക്ക് എന്റെ നമ്പർ തന്നെ? വൃത്തികെട്ടൻ. ബ്ലഡി ഫൂൾ. ഇതാ പറഞ്ഞ, ആവശ്യമില്ലാത്ത ആൾക്കാർ ആവശ്യമില്ലാത്ത സാധനം കൊണ്ടു നടന്നാൽ ആവശ്യമുള്ളവർ വിളിച്ച് ആവശ്യമില്ലാത്ത പറയും. മനസ്സിലായോ? സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. പരിചയമില്ലടോ അമ്മയും പെങ്ങളും? ഇല്ല, അവരെല്ലാം അർത്തുങ്കപ്പള്ളി പെരുന്നാൾ കാണാൻ പോയി. എന്താ വരുന്നോ? എന്നാ സാധനമാണെന്ന് ഓർക്കുന്നു. എന്നാ എന്തായി? ഓടയോടുന്നു പോയില്ലെങ്കിലോ? പോകത്തില്ലേ? പോകത്തില്ല. എന്നോട് അവളുടെ കളി. ഇവന് പേടിയാണെന്ന് തോന്നുന്നല്ലോ. എന്താടാ എന്താടോ ഇങ്ങടുത്തൊന്ന് തലക്കെട്ടടിക്കടാ. ആ തലക്കെട്ടടിക്കടാ. ഞാനോ? എടാ ആ തലക്കെട്ടടിക്കടാ. ചുമ്മാ ആ തലക്കെട്ടടിക്കടാ. പോടാ. നീ എന്താ വന്നേ? വന്നേടാ. എന്താ മോനെ എന്നോട് കളിക്കല്ലേ? നിനക്ക് ഇത്തിക്കര പക്കിയാരാന്നറിയോ? ഇല്ല. വെള്ളയാണി പരമ്പരാന്നറിയോ? ഇല്ല. എടാ കായംകുളം കൊച്ചുണ്ണിയാരാന്നറിയോ? ഇവരൊക്കെ ആരാടാ? ഇവരൊക്കെ മരിച്ചു പോരല്ലേടാ. മുണ്ടഴിക്കടാ. മുണ്ടഴിക്കടാ. അലമ്പ് കാണിക്കല്ലോ. മുണ്ടഴിക്കടാ. നീ ചുമ്മാ അലമ്പ് കാണിക്കില്ലേ? കളിക്കില്ലേ? എന്നോട് കളിക്കില്ലും. മുണ്ടഴിക്കടാ. പോടാ. ഞാനാ? എടാ പോടാ. ഇല്ല. പോത്തില്ലേ? ഇല്ല. പോത്തില്ലേ? ഇല്ല. പോടാ. ഇല്ല. അവന്റെ മട്ടുംപാവൊക്കെ കണ്ടു കഴിഞ്ഞവർക്ക് അവൻ ഈ നാട്ടിലെ ഗുണ്ടയാണെന്ന്. രക്ഷപ്പെട്ട് എന്റെ അമ്മേ. അടുക്കരുത്. അവൻ ആ കത്തിയെങ്ങാനും കൊണ്ട് എന്നെ കുത്താൻ വന്നിരുന്നെങ്കിൽ ഈ കാലയിൽ ആണിയുള്ള ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടേനെ? എന്റെ ദൈവമേ. നമ്മുടെ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് TV പ്രോഗ്രാമുകളും സിനിമകളും നാടകങ്ങളും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ഒരു നാടകം രംഗത്തെത്തിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. പക്ഷെ വേലി തന്നെ വിളവ് തിന്നാലോ, അത് ശരിയാവില്ല. ഈശ്വര ചിന്തയിതുന്നേ മനുജനു ശാശ്വതമീയുലകിൽ ഇഹപര സുഹൃതം ഏകിടുമാർക്കും. എന്റെ ദൈവമേ, എന്റെ ഈശ്വര ഭഗവാനെ, എന്റെ അടിപൊളി ദൈവങ്ങളെ, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ മാത്രം ഒന്ന് രക്ഷിക്കണേ. ദീപം 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 ദീപം. ഇന്നാച്ചാ ദീപം ചായ. ആ മോളെ ദീപേ, അച്ഛന്റെ ചങ്ക് കത്തുന്നു. ചായയുടെ ചൂട് കൊണ്ടാണോ അച്ഛാ? അല്ല, ഈ ചായപ്പൊടിയുടെ വില ഓർത്തിട്ടോ ഇക്കണക്കിന് പോയാൽ ഇതെവിടെ ചെന്നെത്തും? അച്ഛന്റെ അന്നനാളത്തിലൂടെ ഒഴുകി ആമാശയത്തിലെത്തും. മോളെ ദീപേ, നിന്നോടൊരു കാര്യം പറയാനുണ്ടോ? എന്താണ് അച്ഛാ? അന്നനാളവും ആമാശയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണോ? അച്ഛാ, പിന്നെ ആ വിഷ്ണു നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തോ? ആ വിഷ്ണുവേട്ടൻ ഇവിടെ കയറ്റരുതെന്ന്. സാധ്യമല്ല, എന്റെ സഹോദരിയുടെ മകനാണവൻ. അവന് അവകാശമുണ്ടോ? അവനെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം വെടിമരുന്നിന്റെ അടുത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീക്കൊള്ളി വെക്കുമോ അച്ഛാ? അതിനാണ് ഇവിടെ ഫയർഫോഴ്സ് ഉള്ളതോ? എന്റെ ഫയർഫോഴ്സ് അച്ഛാ. മോളെ. മോളെയോ? മോളെയല്ല, മോളെ. ആ എന്റെ ചെല്ലക്കുട്ടി, അച്ഛന് വല്ലാണ്ട് വിശക്കണു. എന്റെ കുട്ടി അകത്ത് പോയി അച്ഛന് കഞ്ഞി വിളമ്പി വെക്ക. ഈ അച്ഛൻ പുറത്തു പോയി വാക്കി രുചിയായിട്ടോ വല്ലതും കഴിച്ചിട്ട് വരാം. അച്ഛാ, ഞാനും കൂടെ. നീയും കൂടെ വന്നാൽ കൊന്നുകളയും ഞാൻ. കേടി പറയാത്ത ദീപേ, ഹായ്, ഇതാര് വിഷ്ണുവേട്ടനോ? ഞാനിപ്പോൾ വിഷ്ണുവേട്ടന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്ത് അകത്തേക്ക് വച്ചതേ ഉള്ളൂ. അതായിരിക്കും നിന്റെ നാക്ക് പുറത്ത് കാണാഞ്ഞതല്ലേ? വിഷ്ണുവേട്ടാ, എന്തോ? വിഷ്ണുവേട്ടനെ ഒറ്റയ്ക്കൊന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. ഞാനും നിന്നൊറ്റക്കൊന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എന്താ ദീപേ, എന്റെ ചക്കരക്കുട്ടിക്ക് എന്നോട് എന്താ പറയാനുള്ളത്? വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടൻ ഇനി ഇവിടെ വരരുത്. അതെന്താ? ഞാനിവിടെ വരും. ഇതെന്റെ അമ്മാവന്റെ വീടാണ്. ഇതെന്റെ അച്ഛന്റെ വീടാണ്. എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞത് എന്റെ അമ്മാവന്റെ വീടാണെന്നാണല്ലോ. അല്ലേ, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഞാൻ ഇവിടെ വരുന്നതുകൊണ്ട് നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? വിഷ്ണുവേട്ടൻ ഇനി ഇവിടെ ഞാനിവിടെ വന്നാൽ എന്നെ ബലാത്സംഗം ചെയ്യേണ്ടി വരും. ഞാനോ? നിന്നോട് ദൈവം പോലും പൊറുക്കത്തില്ലടി റാസ്കുളി. വിഷ്ണുവേട്ടനെ ഒരു ധൈര്യമില്ല. ആണുങ്ങളായാലേ കുറച്ചൊക്കെ ധൈര്യം വേണം. അത് ശരി. അപ്പൊ നീ പറയുന്നത് എനിക്ക് ധൈര്യമില്ലെന്നാണല്ലേ? അതെ. ഇന്ന് ബലാത്സംഗം ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. ബാടി ഇവിടെ. നിർത്തിക്കേ. എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ ബലാത്സംഗം ചെയ്ത ദോഷ്ട. സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് തന്റെ തുപ്പൽ തെറിക്കുന്നു. കട്ടിയുള്ള ഡയലോഗ് പറയുമ്പോൾ ചിലപ്പോ തുപ്പൽ തെറിച്ചെന്നൊക്കെ ഇരിക്കും. സാവിത്രി, തോക്കിങ്ങെടുക്കടി, ഇവനെ ഞാനിന്ന് വെടിവെച്ച് കൊല്ലും. വാസന, ഓ നീ എന്താ ഇവിടെ? സാവത്തിന് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ഈ വടി ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു. തോക്കിന് പകരം വടിയോ? എടാ വടി കൊണ്ട് എങ്ങനെയാടാ വെടി വെക്കുന്നത്? ഇന്ന് തോക്കെടുത്തിട്ടില്ല. വേണമെങ്കിൽ വടി കൊണ്ട് വെടി വെയ്യോ. വടിയെങ്കിൽ വടി ഇങ്ങതാ. എടാ, നിനക്ക് ജീവൻ വേണമെങ്കിൽ മാറിക്കോ. ഈ വടി കൊണ്ട് നിന്നെ ഞാൻ വെടിവെക്കും. അമ്മാവാ, വടി കൊണ്ട് വെടി വെക്കരുത് അമ്മാവാ. ഇല്ലടാ, ഈ വടി കൊണ്ടോ നിന്റെ കയ്യും കാലും ഞാൻ തല്ലിയൊടിക്കും. നിങ്ങൾ അവന്റെ കൈയും കാലും തല്ലി ഒടിക്കരുത്. പിന്നെ ആ കാരമാടനെ കാലേ വാരി തറയിലടിച്ച് കൊല്ലു മനുഷ്യ. എന്നിട്ട് വേണം ഈ ഞാൻ ജയിലിൽ പോവാൻ, അല്ലേടി? പോണം, നിങ്ങൾ പോണം. നിങ്ങളെ ജയിലിൽ പോയിട്ട് വേണം എനിക്ക് മോൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. അത് ശരി. എന്നാലേ എന്റെ പട്ടി കൊല്ലു അവനെ. കൊല്ലാൻ പറ്റത്തില്ലെങ്കിലേ ഇവനെ കൊണ്ട് ഇവിടെ കെട്ടിക്കാൻ നോക്കു മനുഷ്യ. പിന്നെ കെട്ടും. ഈ ബലമില്ലാത്ത എന്നെ കൊണ്ട് ബലാത്സംഗം ചെയ്യിച്ച ഈ പേട്ട് പെണ്ണിനെ കെട്ടാൻ എന്നെ കിട്ടത്തില്ല.
നിനക്കിത് വരണം. ഇക്കാര്യത്തിൽ നീ എന്നെ കണ്ടു പഠിക്കനായിരുന്നു. ഈശ്വര, ഇനി ഇവളെ ആര് കെട്ടും? ഞാൻ കെട്ടും. അല്ല ഇതാരാ? വരണം സാവിത്രി, ഇതാരാ വന്നേക്കുന്നത് നോക്കിയേ. ആരാ? ആ എനിക്കെങ്ങനെ അറിയാം? ആരാ നീ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഞാൻ ആരാ? ദീപേ, പണ്ട് നമ്മൾ രണ്ടുപേരും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ഗായ്ക്ക എന്നെഴുതേണ്ട നിന്റെ സ്ലേറ്റിൽ IW എന്നെഴുതി തന്നതിന് നിന്റെ അച്ഛൻ, അതായത് ഈ നിൽക്കുന്ന എന്റെ അമ്മാവൻ, ആ സ്ലേറ്റ് വാങ്ങി എന്റെ തലക്കിട്ടടിച്ചു. വേദന സഹിക്ക വയ്യാതെ എന്റെ കഴുത്തിൽ വീണ നിന്റെ സ്ലേറ്റിന്റെ ഫ്രെയിമുമായി ഞാൻ ഓടി, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ആ ഓട്ടം ചെന്ന് നിലച്ചത് ബോംബെയിലെ പച്ചത്തെരുവിലായിരുന്നു. പച്ചത്തരിയില്ല, സോറി, കളർ മാറിപ്പോയി. ചുവന്ന തെരുവ്. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കഴുത്തിൽ വീണ ആ ഫ്രെയിം എന്റെ ദീപയുടെ ഓർമ്മയ്ക്കായി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു. ദേ നോക്ക്, ഇതാണ് ആ ഫ്രെയിം. സൂക്ഷിച്ച് നോക്കിയൊന്നും വേണ്ട, ആ പഴയ ഫ്രെയിം തന്നെയാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പോളിഷ് ചെയ്തതാ. മോനെ രാജപ്പ. നോ, ആരേ ജപ്പാൻ. ദീപേ, അന്ന് ഞാൻ നിന്റെ സ്ലേറ്റിൽ എഴുതുന്ന അതേ വാക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, IW. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കെട്ടുവോ രാജപ്പ? കെട്ടുമോന്നോ? ഇവളെ കെട്ടിട്ട് വേണം ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഈ ഫ്രെയിമിൽ എനിക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ. നടക്കില്ല, അത് ഞാൻ നടത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വീട്ടുമുറ്റത്തൊരു കല്യാണ പന്തൽ ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നമുക്കിത് വല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താന്നേ. സാധ്യമല്ല, ഈ വിവാഹം നടക്കില്ല. കാരണം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്താ കാര്യം? കാരണം ഞാൻ ഗർഭിണിയാണ്. ഗർഭിണിയാ? ഓ, ഇങ്ങനൊരു സീൻ ഈ നാടകത്തിലില്ലോ. നീ എന്തോന്ന് ഈ നാടകം പൊളിക്കാൻ നോക്കുന്നാടി? പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലാലും ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. എന്തോന്ന്? നാളെ തൊട്ട് ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് റെസ്റ്റ് വേണമെന്ന്. നിങ്ങൾ ഈ നാടകത്തിൽ എന്ത് പറഞ്ഞോണ്ടിരിക്കുക? അവിടെ ഓഡിയൻസ് കിടന്ന് വെള്ളം വെക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ നാടകം തുടങ്ങാൻ. ആ നാടകം തുടങ്ങുന്ന കാര്യമേ ഞങ്ങളോട് പറയണ്ട, അവളോട് പോയി പറ. ഇങ്ങോട്ടാരും പറയാൻ വരണ്ട മുതലാളി, ഞാൻ കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ ഈ നാടകത്തിൽ അഭിനയിക്കാൻ വേറെ ആളിനെ നോക്കിക്കോ, എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഇത്രയും നാളും ഈ നാടകത്തിൽ അഭിനയിച്ചോണ്ടിരുന്ന നീ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അഭിനയിക്കത്തില്ലെന്ന് പറയാൻ കാരണം എന്നാന്ന്? കാരണം എന്താന്നോ? ഞാൻ ഗർഭിണിയായി, എനിക്ക് റെസ്റ്റ് വേണം. ഇത് ആരാണപ്പ ഈ സീസൺ ടൈമിന് തന്നെ എന്നോട് ഈ കൊടുഞ്ചതി കാണിച്ചത്? സത്യം പറയും, ആരാണ് ഇതിന് ഉത്തരവാദി? ഇവനാണോ? അല്ല. പിന്നെ ആ നിൽക്കുന്നവനാണോ? ഞാൻ ഈ ഫ്രെയിമിലേ ഇല്ല. ദേ കിടക്കുന്നത് നിങ്ങളുടെ ഫ്രെയിം. എടി സത്യം പറഞ്ഞു, പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? പറയടി, പറയാൻ. അത് പിന്നെ ഈ നിൽക്കുന്ന അമ്മ. എടി, എന്റെ ട്രൂപ്പ് വിളിച്ച വഞ്ചകി, നിന്നെ ഞാൻ അതെ, ഈ ഞാൻ തന്നെയാണ് സ്വന്തം മകളെ ചതിച്ച അമ്മ. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലത് തിരിച്ചറിയാനും ചീത്തയെ തള്ളിക്കളയാനുമുള്ള കഴിവാണ്. ഒത്തിരി TV പ്രോഗ്രാമുകൾ നമ്മളെല്ലാവരെയും ആകർഷിക്കാറുണ്ട്. അതിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ ആകർഷിച്ചൊരു പ്രോഗ്രാമാണ് സിമ്പിൾ പണി. ഒത്തിരി കലാകാരന്മാരും കലാകാരികളും വന്നു പോകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് ഏത് താരമാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച് ദ മ്യൂസിക്കൽ ഷോ ഓഫ് സിമ്പിൾ പണി. നമസ്കാരം. 5 ഇന്ദ്രിയമുള്ള മനുഷ്യന് 6ാം ഇന്ദ്രിയം പണമാണ്, അല്ലേ? പണത്തിന് മുകളിൽ പരുന്തും പറക്കുകയല്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെഴുതിയ വയലാറിനെ പോലെ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിൽ തന്നെ ജനിക്കുന്നു, മണ്ണിൽ തന്നെ അവസാനിക്കുന്നു എന്ന് പാടിയ യേശുദാസിനെ പോലെ, നീലഗിരിയുടെ സഖികളെ ഉറക്കി പാടിയ ജയചന്ദ്രനെ പോലെ, വഴിയരികിൽ പതികനായി ചിരിച്ചു നിൽക്കും ബൈജു എന്ന് രസകരമായി പാടുന്ന നമ്മുടെ ബൈജുവിനെ പോലെ ഒരുപാട് ഗായകർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റാഫിയും ജിക്കിയും മിൻമിനിയും ഗായത്രിയും പേലിയിലെയും ആൻഡോയും മാർക്കോസും MG ശ്രീകുമാറും AM രാജയും അഫ്സലും ഉണ്ണിമേനോനും, അങ്ങനെ ഒരുപാട് ഗായകർ, അല്ലേ? ഇന്ന് ഈ അതുല്യ ഗായകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. വെൽക്കം ടു സെയിം പണി. നമസ്കാരം. നമസ്കാരം. സെയിം പണി കാണാറുണ്ടോ? കാണാറുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആരാ? അല്ല, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ കൽപ്പണി, വാർക്കപ്പണി, ആശാരിപ്പണി, ഇത്രയും പണിയില്ലാത്ത റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ് ആൻസർ. അപ്പോൾ താങ്കൾ പറയുന്നത് ഇത് ഇറ്റ്സ് എ സിമ്പിൾ ജോബ്, അല്ലേ? ജോബ് സിമ്പിളാ. ദാസേട്ടന് ഒരു ഹോബി ഉണ്ട്, അല്ലേ? പിന്നെ ജയചന്ദ്രൻ മാഷിനും ഒരു ഹോബി ഉണ്ട്, അല്ലേ? ഉണ്ടോ?
ഉണ്ട്. അങ്ങനെ ഓരോ പാട്ടുകാർക്കും ഓരോ ഹോബി ഉണ്ട്. എന്താണ് താങ്കളുടെ ഹോബി? എൻ്റെയോ? എൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക്. താങ്കളുടെ ഹോബിയിലും ഒരു താളലയ വിന്യാസങ്ങളുടെ കൂട്ടുകെട്ടുണ്ട് അല്ലേ? പിന്നെ താളാത്മകമായ ഒരു ഹോബിയാണ് അല്ലേ? എന്താണ് ഹോബിയുടെ പേര്? ചീട്ടുകളി. ചീട്ടുകളി അല്ലേ? സത്യത്തില് ഈ ചീട്ടുകളിയിൽ നല്ലൊരു താളമുണ്ട് അല്ലേ? പിന്നെ താളമുണ്ട്, പക്ഷെ കളിക്കുമ്പോൾ താളം തെറ്റാതെ സൂക്ഷിക്കണം. എന്താണ് താങ്കളുടെ പേര്? സംഗീതൻ. സംഗീതൻ. സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ? അതെ. റോയൽ സംഗീത് അഭ്യസിക്കുന്നവൻ അല്ലേ? അതെ. സംഗീതം അഭ്യസിക്കുന്നവനായ സംഗീതൻ. താങ്കളുടെ ഹോബിയിൽ വളരെയധികം സംഗീതമുണ്ട്. താങ്കളുടെ പേരിലും സംഗീതമുണ്ട്. സത്യത്തിൽ താങ്കൾ സംഗീതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ പലരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. ഞാൻ ആ പെണ്ണിനെ പരിചയമുള്ളല്ലാതെ ആ പെണ്ണുമായിട്ട് മറ്റുള്ള അവിഹിത ബന്ധമൊന്നും എനിക്കില്ല. ബാഡ് ആൻസർ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹിന്ദുസ്ഥാനി കർണാട്ടിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടുപേരും കണക്കാ. ഇവർ രണ്ടുപേരും പരദൂഷണത്തിന്റെ ആൾക്കാരാണ്. എനിക്കറിയാവുന്നത്ര സാറിന് അറിയത്തില്ല അവരെ. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെയാണെങ്കിൽ എവിടാണ് സംഗീതന്റെ വീട്? വീട് ആലപ്പുഴ. ആലപ്പുഴ അല്ലേ? ആലപ്പുഴ കണ്ടവൻ പുഴകൾ മറക്കില്ല. മലപ്പുറം കണ്ടവൻ മലകൾ മറക്കില്ല. കൊല്ലം കണ്ടവൻ ഇല്ലവും മറക്കില്ല അല്ലേ? ഇപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? വല്ല കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ. ഓക്കെ, എനിക്ക് വേറൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പറഞ്ഞു. ഓക്കെ, ആലപ്പുഴയിൽ എവിടാണ്? ആലപ്പുഴ കുട്ടനാട്. കുട്ടനാട്. ഐ ലൈക്ക് ഇറ്റ്. കുട്ടനാട് ആണോ? ഐ ഫാന്റാസ്റ്റിക്. കുട്ടനാട് ബ്യൂട്ടിഫുൾ പ്ലേസ്. മതി. വള്ളവും വെള്ളവും കിളികളും വയലുകളും നിറഞ്ഞ കുട്ടനാട് അല്ലേ? എല്ലാം ഉണ്ട്. കള്ളുമുണ്ട്, നല്ല കള്ള് അല്ലേ? കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കുട്ടനാട് വന്നു കഴിഞ്ഞു അല്ലേ? ആണോ? അതെ. എന്തു തുടങ്ങുന്നതിന് മുമ്പും അല്പം മധുരം നല്ലതാണ്. പിന്നെ നമ്മുടെ വയലാർ എഴുതിയ നീ മധു പകരു എന്ന ഗാനം, അതിൻ്റെ 2 വരി ഒന്ന് നീ മധു പകരു, അതെ, മലർ ചൊരിയൂ, അനുരാഗ പൗർണമി. എൻ്റെ പൊന്നു സാർ, ഇതല്ല ഞാൻ നേരത്തെ പാടിയത്. സത്യത്തിൽ സംഗീതൻ ഈ പാടി മഴ പെയ്ക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലേ? അതെ. സംഗീതൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും ഒന്ന് പാടി മഴ പെയ്യിക്കാൻ? എന്നാ? സംഗീതന്റെ സംഗീത ജീവിതത്തിൽ പാടി മഴ പെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പാടി മഴ പെയ്ച്ചിട്ടൊന്നുമില്ല. ഞാൻ വീട്ടിലിരുന്ന് പാടിയപ്പോൾ എന്നെ മഴയത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആണല്ലേ? അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അനുഭവിച്ചു സാറേ. ആണല്ലേ? ശരിക്കും അനുഭവിച്ചു. ഗസല് പാടാറുണ്ടോ? ഗസല് പാടാറില്ല. വല്ലപ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോൾ ബസ്സിൽ പാടും, അത്രേ ഉള്ളൂ. ബസ്സിൽ പാടുന്നതും നല്ലൊരു കലയാണ് അല്ലേ? ബുദ്ധിമുട്ടുള്ളൊരു കലയാണ്. സത്യമാണ്. അതെ. ഒരുപാട് അനുഭവമുള്ള വ്യക്തി ആയതുകൊണ്ട് ആദ്യം പാടിയ സോങ് അത് ഓർമ്മയുണ്ടോ? യു റിമെമ്പർ? ആരാ? യു റിമെമ്പർ ആ സോങ്? ആദ്യം പാടിയത് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സ്കൂളിൽ പഠിക്കുന്ന, അതായത് LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അസാധ്യം തന്നെ. നല്ല പാട്ടായിരുന്നു കേട്ടോ. അതേതാണ് ആ ഗാനം? അത് ഞാൻ പാടാം. കാക്കേ കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരയൂലേ എന്നുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് അല്ലേ? അതെ. ആ കവിയുടെ ചിന്തന പോയത് നോക്കൂ. അതെ. കാക്കേ കാക്കേ കൂടെവിടെ അല്ലേ? എവിടെയോ ഇരിക്കുന്ന ഒരു കൂടിനെ പറ്റിയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അതെ. അപ്പൊ ആ കണ്ടോ, കവിയുടെ വർണ്ണന കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. എന്ത് വർണ്ണന? സംഗീത വിദ്വാൻമാർ ഒരുപാടുള്ള കേരളത്തിലെ സ്വാതി തിരുനാൾ സംഗീതത്തിന് നൽകിയ സംഭാവന എന്തൊക്കെയാണെന്ന് അറിയാമോ? അതിപ്പോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ രാജാക്കന്മാരല്ലേ. പണ്ടത്തെ കാലത്ത് കിഴിയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ എത്ര കിഴി കൊടുത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. വളരെ കറക്റ്റ് ആൻസർ ആണ് സംഗീതന്റെ. ഓരോ മറുപടിയും കർണത്തടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. സംഗീതൻ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് നമുക്ക്. ആ സിംഗേഴ്സിൽ സംഗീതന് ഇഷ്ടപ്പെട്ട സിംഗേഴ്സ് ഏതാണ്? എനിക്ക് മനീന്ദർ സിംഗ്, പിന്നെ ഹർഭജൻ സിംഗ്, ഇവരൊക്കെ എനിക്കിഷ്ടമാണ്. ഹർഭജൻ സിംഗും മനീന്ദർ സിംഗും തെന്നിന്ത്യൻ ഗായകരാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ എനിക്കിവരെ വലിയ പരിചയമില്ല. എനിക്ക് നമ്മുടെ ദേവരാജ മാഷ്, ബാബുരാജ മാഷ്, വയലാർ സാറ്, അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് എൻ്റെ ഇത്രയുള്ള ഒരു വളർച്ചയുടെ കാര്യം അല്ലേ? സംഗീതൻ്റെ സംഗീത പാഠവം മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകൻ ഒരു പടത്തിൽ പാടാൻ ചാൻസ് തന്നാൽ സംഗീതൻ പാടുമോ?
അങ്ങനെ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു പാട്ട് പാടിച്ചിട്ട് അതിൻ്റെ ലേബൽ കൊണ്ട് ഗാനമേള നടത്തി സിനിമാറ്റിക് ഡാൻസും കളിച്ചു നടത്താനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാനൊരു പടത്തിൽ പാടും, അതെനിക്ക് ബ്രേക്കായിരിക്കണം. അതെ അതെ, പക്ഷെ അത് സഡൻ ബ്രേക്ക് ആവരുത്. അത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഷക്കീലയും മറിയയും രേഷ്മയും സിന്ധുവും അഭിനയിക്കുന്ന ഇക്കിളി ചിത്രങ്ങളുണ്ടല്ലോ, ആ ഇക്കിളി ചിത്രത്തിൽ പാടാൻ ഒരു ചാൻസ് കിട്ടിയാൽ സംഗീതൻ പാടുമോ? പാടാത്ത വീണയും പാടും. മതി മതി മതി, എനിക്കെല്ലാം മനസ്സിലായി. സംഗീതനെ കുറിച്ച് എനിക്കെല്ലാം മനസ്സിലായി. പാടാത്ത വീണയും പാടും അല്ലേ? പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. എത്ര മനോഹരമായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത്. ആ കവിയുടെ ചിന്തന കണ്ടോ കവിയുടെ വർണ്ണന? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടില്ലെന്ന്. പിന്നെയും ചോദിക്കില്ലേ? വേണ്ട, അത് വിട്ടു. സംഗീതം എന്ന് പറയുന്നത് ഒരാഴക്കടലാണ്. അതെ, ഇറ്റ്സ് എ സീ, ആഴം ഓഫ് ദി സീ. ഈ ആഴമാകുന്ന കടലിൽ സംഗീതമാകുന്ന ഒരുപാട് സപ്തസ്വരങ്ങളുണ്ട്. കക്ക, സ്രാവ്, മത്തി, കൊഴുവ, ചെമ്മി, അങ്ങനെ ഒരുപാട് സ്വരങ്ങളുണ്ട്. അതിലേഴാമത്തെ സ്വരമാണ് സാ, മേളിലത്തെ സാ. ആ സായിൽ നമ്മൾ പിടിക്കരുത് കടലിൽ ചെന്ന്. ആ സായി പിടിച്ചാൽ പണി കാണും. അത് സ്രാവ്സ് ആണ്. അതിന് പിടിക്കാൻ ശ്രമിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് സംഗീതം ഈ കടലിൽ ഇറങ്ങി ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടോ? സംഗീതം കടലിലാണെന്നല്ലേ പറഞ്ഞേ? അതെ. എനിക്കൊരു താല്പര്യവും ഇല്ല. അതെന്താണ് സംഗീതം? ഇവിടെ വല്ല സുനാമി വന്ന് നമ്മുടെ പണിപാളി പോത്തില്ലേ? സത്യത്തില് ഈ സുനാമി നമ്മൾ ശരിക്കും പേടിക്കണം അല്ലേ? സുനാമി അല്ല പേടിക്കേണ്ടത്, അത് കഴിഞ്ഞ് അതിന്റെ പേരിലുള്ള പിരിവിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്, അറിയോ? വളരെ ശരിയാണ്. സംഗീതം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്താണ്? ട്രാൻസ്ഫോർമർ. എന്ത്? സാറിന് ചിരി വന്നല്ലേ? ചിരി വന്നു. അതായത് ഞാൻ ഈ സംഗീതം പഠിക്കുന്ന അവസരത്തിൽ എനിക്ക് ഈ ശ്രുതിപ്പെട്ടി, ഹാർമോണിയം ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്, അതിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ പോയിരിക്കും. അപ്പം അതിൻ്റെ ഒരു മൂളക്കമുണ്ടല്ലോ. ശരിയാണ്, സൗണ്ട് എന്തൊരു കണ്ട കറക്റ്റ് വെച്ച് കിട്ടുന്നത്. അപ്പം അങ്ങനെ ആ ട്രാൻസ്ഫോർമർ ആണ് എന്നെ ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതിനെ ഒന്നും കൂടി പറഞ്ഞോട്ടെ. എന്താണ്? താങ്കൾ ഒരുപാട് അനുഭവം ഉള്ളൊരു വ്യക്തിയാണ് അല്ലേ? എൻ്റെ പൊന്നു സാറേ, ഞാൻ അനുഭവിച്ചൊന്നും നിങ്ങളാരും അനുഭവിച്ചിട്ടില്ല. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. സംഗീതൻ നമ്മുടെ സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും വളരെയധികം അന്തരമുണ്ട് അല്ലേ? പിന്നെ ചില സിനിമാ ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ അനങ്ങാതിരുന്ന് കേൾക്കും. പക്ഷെ ഭക്തിഗാനമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തുള്ളിപ്പോകും. അങ്ങനെ ഭക്തിഗാനങ്ങൾ വല്ലതും പാടാറുണ്ടോ? ഭക്തിഗാനം ഞാൻ പാടാറുണ്ട്. ഞാൻ സാധാരണ ഈ മണ്ഡല മഹോത്സവ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഭക്തിഗാന സുധ എന്ന് പറഞ്ഞൊരു പരിപാടി. സുധയുമുണ്ട് പരിപാടിക്ക് അല്ലേ? സുധയോ? സുധയുടെ കാര്യമല്ല പറഞ്ഞ ഭക്തിഗാന സുധ, ഭക്തിഗാനമേള. അങ്ങനെ ആ ഗാനമേള നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ പാടാറുണ്ട്. അപ്പം അതിനകത്തൊരു പാട്ട് ഞാൻ വേണം സാറിന് വേണ്ടി പാടി. ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാടും. മറ്റേ ട്രാൻസ്ഫോർമർ, അതാണ് ട്രാൻസ്ഫോർമർ അനുഭവം. എരുമേ പോയി. എന്ത് കിട്ടി വന്നാണ്? പിച്ച് കിട്ടുന്നില്ല അല്ലേ? കിട്ടിയില്ല, അതാണ്. എരുമേ ആണ്ട പോയി. പാടൂ, ശ്രമിക്കൂ. ഇപ്പൊ പിടിച്ച് എരുമേലിപ്പേട്ടത്തുള്ളി അയ്യപ്പത്തിന്തകത്തോ, ഇടയ്ക്കിടയ്ക്ക് കാലിടറി അയ്യപ്പത്തിന്തകത്തോ, സ്വാമി തിന്തകത്തോ, അയ്യപ്പത്തിന്തകത്തോ, സ്വാമി തിന്തകത്തോ, അയ്യപ്പത്തിന്തകത്തോ. ഇതാണ് ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ സോങ്. സംഗീതൻ ഈ ട്രാൻസ്ഫോമറിന് അടുത്തിരുന്നു സംഗീതം പഠിച്ചു അല്ലേ? പഠിച്ചു. ഈ ഹാർമോണി പെട്ടിയൊന്നും ഇല്ലാതെ അതെ പാടുമ്പോൾ പിച്ച് കിട്ടാറുണ്ടോ? പിച്ച് കിട്ടാറുണ്ടോന്നാ? പിച്ചൊക്കെ സഹിക്കാം, അത് കഴിഞ്ഞ് തലക്കെട്ടുള്ള അടി സഹിക്കാൻ പറ്റത്തില്ല. ആണല്ലേ? ഒരുപാട് അനുഭവമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് അനുഭവിച്ചു സാറേ. എനിക്കുണ്ട് സംഗീതൻ ഒരുപാട് അനുഭവങ്ങൾ. ഞാനും ദേവരാജ മാഷും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആണല്ലേ? അതെ. ഈ ദേവരാജ മാഷ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരിക്കലേ ഈ വാഗപ്പൂ മരം തൂകും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്ക് ഒരു 350 രൂപ വാടകയ്ക്ക് ഒരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. അങ്ങനെ ഒരു ഗാനം ചെയ്യാൻ വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്തില്ല പുള്ളി. അവസാനം പുള്ളിക്ക് വാടകയ്ക്ക് ഒരു മുറി വേണം.
അങ്ങനെ എവിടെയോ ടൗണിൽ വാടകയ്ക്ക് ഒരു മുറി എടുത്തു കൊടുത്തു. അവിടെ ഇരുന്നാണ് ആ ഗാനം സംഗീതം സംവിധാനം ചെയ്തത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ദേവരാജ മാഷ്. നിർബന്ധമാണ്, നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ദേവരാജ മാഷ്. അതുകൊണ്ട് ഞാൻ ദേവരാജ മാഷിനെ അറിയാം അല്ലേ? അറിയാം. ഡയലോഗ് കേട്ടപ്പോൾ മനസ്സിലായി. ഓക്കെ. കണ്ടിട്ട് ഇല്ല. കണ്ടിട്ടില്ല. ഇല്ല. ദേവരാജ മാഷ് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ബാബുരാജ് മാഷും അങ്ങനെ ഒരുപാട് പേര് അല്ലേ. സംഗീതന് അങ്ങനെ ഈ വലിയ വലിയ ഗായകരുടെ കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ ഞാൻ പാടിയിട്ടുണ്ടല്ലോ. പാടിയിട്ടുണ്ട്. ഞാൻ യേശുദാസിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, കുമാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, പിന്നെ എസ് ജാനകിയുടെ കൂടെ പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയുടെ കൂടെ പാടിയിട്ടുണ്ട്. എപ്പോ? ഞാൻ അവർ ടി വിയിലും റേഡിയോയിലൊക്കെ പാടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നവരുടെ കൂടെ. നല്ലതാണ് പാട്ട് പഠിക്കാൻ, അങ്ങനെ പാടുന്നത് നല്ലതാണ്. സാറേ, എനിക്കിപ്പോൾ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? പറയൂ. എനിക്ക് സാറിൻ്റെ കൂടെ ഒന്ന് പാടിയാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ പാടണം അല്ലേ? അതായത് ഞാൻ സംഗീതത്തിൽ നിറകൂടാണ്, പക്ഷെ ഞാനങ്ങനെ പാടാറില്ല. ഒരുപാട് ഗായകര് പരിചയമുണ്ട്, സംഗീത സംവിധായകര് പരിചയമുണ്ടെന്നല്ലാതെ ഞാൻ അധികം പാടാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിലും സംഗീതത്തിന് വേണ്ടി ഞാൻ പാടാം. ഒരു കീർത്തനം അങ്ങോട്ട് പാടാം. ഞാൻ പാടുന്നതിന്റെ ബാക്കി പാടിക്കുള്ളൂ കേട്ടോ. ഞാനോ? സോ ഇതുപോലൊരു ഭാഗ്യം ഉണ്ടാവില്ല. പാടാം. ഗുഡ് ഫോർച്യൂൺ. ഇറ്റ്സ് എ സോങ്, മൈ ഫേവറേറ്റ് സോങ്. കീർത്തനം. என்ன தவம் செய்வனே, என்ன தவம் செய்வனே, யசோதா என்ன தவம் செய்வனே, യശോദേ என்ன തപം. ഇതല്ലേ ഈ സൂചിച്ച് വരുമ്പോൾ നിർത്തല്ലേ, ക്ലാസിക്കൽ നമ്മൾ ആസ്വദിക്കണ്ടേ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കീർത്തനങ്ങൾ എനിക്കറിയാം. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ബാബുരാജ് മാഷാണ്. ഞാനും ബാബുരാജ് മാഷും ഒരുമിച്ച് കളിച്ചു വളർന്ന കളിത്തോഴന്മാരാണ്. ആണല്ലേ? ഇതുപോലെ ഞാനും ദാസേട്ടനും കളിച്ചു വളർന്ന ആൾക്കാരാ. യേശുദാസോ? യേശുദാസും സംഗീതനും തമ്മിൽ വളരെയധികം പ്രായത്തിന് അന്തരമുണ്ട്. അപ്പം നുണ പറയരുത്. നുണ പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകും. അപ്പൊ സാറ് നുണ പറയുന്നോ? അവിടെയാണ് സംഗീതന് തെറ്റുപറ്റിയത്. സംഗീതൻ നമ്മൾ നുണ പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നുണ പറഞ്ഞാൽ ആരും അത് വിശ്വസിച്ച് പോകും. നുണക്കഥകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം അല്ലേ? അതെ അതെ അതെ. ഈ രാഗങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സംഗീതന്? രാഗങ്ങൾ നല്ല രാഗങ്ങളുള്ള പാട്ടുകളുണ്ട്. ഉണ്ട്, തീർച്ചയായും നല്ല രാഗത്തിലുള്ള പാട്ടുകൾ ഉണ്ട്. ഈ സംഗീതമേ അമരസലാപമേ, ഇത് നല്ല രാഗം ഉള്ള പാട്ടാണ്. നല്ല രാഗമുള്ള പാട്ടാണ്. ചില പാട്ടുകളുണ്ടോ ഇത് ചില രോഗങ്ങളുള്ളവർ പാടുന്ന പാട്ടാണ്. രാഗങ്ങളും രോഗങ്ങളും തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് കാലതാമസം എടുത്തൊന്നൊരു തോന്നൽ ഇപ്പം എനിക്ക് വരുന്നു. അതെ. സംഗീതൻ, അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? എന്താണ്? സംഗീതൻ വലിയൊരു ഗായകനായി കഴിഞ്ഞിട്ട് എൻ്റെ വീടിനടുത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഒരു ഗാനമേള സംഗീതന് തരികയാണ്. സംഗീതൻ അവിടെ ഗാനമേള നടത്താൻ വരുമ്പോൾ ആദ്യം ഫസ്റ്റ് സോങ് ഏതായിരിക്കും പാടുന്നത്? എൻ്റെ മാസ്റ്റർ പീസ് പാടും. ഏതാണ് ആ മാസ്റ്റർ പീസ് ഗാനം? ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ, അത് പാടും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി അല്ലേ? അതെ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രശ്നം ഉണ്ടാക്കില്ലേ? മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും തീർച്ചയായിട്ടും. എന്നാ ഞാൻ പിന്നെ റസൂലെ പാടും. റസൂലേ പാടും. റസൂലേ നിൻ കനിവാലെ അല്ലേ? അതെ. പക്ഷെ നമുക്ക് അവിടെ ഒരു കനിവും കിട്ടില്ല. റസൂല പാടിയ ക്രിസ്ത്യാനികൾ പ്രശ്നം ഉണ്ടാക്കും. ആണല്ലേ? എന്നാ ഞാൻ രക്ഷകൻ പാടും. ഏതാണ്? രക്ഷകൻ. രക്ഷകൻ, രക്ഷക അല്ലേ? രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പോകും നമ്മള്? 3 പേരും പ്രശ്നം ഉണ്ടാക്കും ഏത് പാടിയാലും. അപ്പം മാസ്റ്റർ പീസ് തന്നെ ഞാൻ പാടും. ഏത്? മറ്റേ സംഭവാമി ഗുഹേ ഗുഹേ. സംഭവാമി ഗുഹേ ഗുഹയും സംഭവാമി യുഗേ യുഗയും പാടിയാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അത് പാടുവന്നേ. എങ്ങനെ പാടും? അത് പാടിത്തരാം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി യേശുനാഥ എൻ്റല്ല. പിടിച്ചോ, ഈ പരിപാടി ഇനി മുതൽ താങ്കൾ അവതരിപ്പിച്ചോളൂ.